നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റുന്നത് അവരാണ്. ഒരു ദീർഘനിശ്വാസമെടുക്കൂ. കാരണം ഈ സന്ദേശം കേൾക്കാൻ വേണ്ടിയുള്ളതല്ല, അത് അനുഭവിക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് ആരംഭിക്കാം. 1 ഭാഗം. അവർ ഇതുവരെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലാത്ത ശാന്തമായ സത്യം. ഒരാളുണ്ട്. നിങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അല്പം വ്യത്യസ്തമായി മിടിക്കുന്ന ഒരാൾ. നിശബ്ദതയിലും ക്ഷമയിലും നിങ്ങൾ സങ്കൽപ്പിച്ചതിലും വളരെ ആഴത്തിൽ നിങ്ങളെ സ്നേഹിച്ച ഒരാൾ. ഈ വ്യക്തി അവരുടെ പ്രണയത്തെക്കുറിച്ച് ഉച്ചത്തിൽ സംസാരിക്കുന്നില്ല. അവർ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ളവരല്ല. അവരെല്ലാം ആന്തരികമായി, നിശബ്ദമായി, തീവ്രമായി, ആത്മാർത്ഥമായി അനുഭവിക്കുന്നു. ഇതാ സത്യം. നിങ്ങളത് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ അവർ നിങ്ങളെ തിരഞ്ഞെടുത്തു. അവർ നിങ്ങളെ അവരുടെ പ്രിയപ്പെട്ട ചിന്തയാക്കി, അവരുടെ സുരക്ഷിത വികാരമാക്കി, അവരുടെ ആഴമേറിയ വൈകാരിക ഭവനമാക്കി മാറ്റി. പക്ഷേ അവരത് നേരിട്ട് പറഞ്ഞിട്ടില്ല. അവർ ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല, മറിച്ച് അവർ ഭയപ്പെടുന്നതുകൊണ്ടാണ്. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ഭയം. നിങ്ങളുടെ പ്രതികരണത്തെ ഭയപ്പെടുന്നു. വിധി കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിനെ സമയം തകർക്കുമോ എന്ന ഭയം. അതിനാൽ അവർ കാത്തിരിക്കുന്നു. അവരുടെ കാത്തിരിപ്പിൽ അവരുടെ സ്നേഹം കൂടുതൽ ശക്തമാകുന്നു. 2 ഭാഗം. നിങ്ങളെക്കുറിച്ച് അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയില്ല. പക്ഷേ യഥാർത്ഥ പ്രണയത്തിൽ നിന്ന് മാത്രം വരുന്ന തരത്തിലുള്ള ശ്രദ്ധയോടെ അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നു. നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ എങ്ങനെ മൃദുവാക്കുന്നു എന്നവർ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ക്ഷീണിതനോ സമ്മർദ്ദത്തിലോ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ മാറുന്നു എന്നവർ ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ നിശബ്ദത, നിങ്ങളുടെ ഇടവേളകൾ, നിങ്ങളുടെ മടി, നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന വേദന പോലും അവർ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ സുഖമാണെന്ന് നടിക്കുമ്പോൾ അവർക്കറിയാം. നിങ്ങൾ പറയുന്നതിനു മുമ്പ് തന്നെ എന്തെങ്കിലും നിങ്ങളെ ശല്യപ്പെടുത്തുമ്പോൾ അവർക്കറിയാം. നിങ്ങൾ പിന്നോട്ടു പോകുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ശക്തനാകാൻ ശ്രമിക്കുന്നപ്പോൾ അവർക്കറിയാം. നിങ്ങൾ ഒറ്റയ്ക്ക് ഭാരം ചുമക്കുന്നത് അവർ കാണുമ്പോഴെല്ലാം അവരുടെ നെഞ്ചിനുള്ളിൽ ഒരു വേദന അനുഭവപ്പെടുന്നു. അവർ നിങ്ങളുടെ വേദന ഏറ്റെടുത്ത് അത് സമാധാനം കൊണ്ട് മാറ്റിസ്ഥാപിക്കാൻ അവരാഗ്രഹിക്കുന്നു. കാരണം ആരെങ്കിലും ആഴത്തിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ സങ്കടം അവരുടെ സങ്കടമായി മാറുന്നു. നിങ്ങളുടെ സന്തോഷം അവരുടെ സന്തോഷമായി മാറുന്നു. ഈ വ്യക്തി അവർ നിങ്ങളോടൊപ്പം എല്ലാം അനുഭവിക്കുന്നു. ഭാഗം 3. അവരുടെ വികാരങ്ങളെക്കുറിച്ച് അവർ നിങ്ങളോട് പറയാത്തത്. അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒന്നുണ്ട്. അവരുടെ തലയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. ഞാൻ അവരെ നഷ്ടപ്പെട്ടാലോ? നിങ്ങൾ എന്തെങ്കിലും തെറ്റു ചെയ്തതുകൊണ്ടല്ല, മറിച്ച് മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുമെന്ന് അവർ ഭയപ്പെടുന്നു. അവർ കാണുന്നത് നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ വിശുദ്ധി, നിങ്ങളുടെ ഹൃദയം, സൗമ്യതയുടെയും തീയുടെയും അപൂർവ സംയോജനം എന്നിവ ലോകം കാണുമെന്ന് അവർ ഭയപ്പെടുന്നു. അവർ സ്വപ്നം കാണുന്ന രീതിയിൽ നിങ്ങളുടെ ആത്മാവിനെ മറ്റാരെങ്കിലും മനസ്സിലാക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. അവരൊരിക്കലും നിങ്ങളെ പൂർണ്ണമായി നേടിയിട്ടില്ലെങ്കിലും നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നു. ഈ പറയാത്ത ഭയമാണ് അവർ നിശബ്ദമായി ശ്രദ്ധാപൂർവം ആഴത്തിൽ സ്നേഹിക്കുന്നതിൻ്റെ കാരണം. എല്ലാ വികാരങ്ങളെയും ദുർബലമായ ഗ്ലാസ് പോലെ സംരക്ഷിക്കണമെന്ന് അവർ ഭയപ്പെടുന്നു. ഭാഗം 4. നിങ്ങളെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന നിമിഷങ്ങൾ. നിങ്ങളത് തിരിച്ചറിയുന്നില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ തവണ അവരുടെ മനസ്സിൽ ജീവിക്കുന്നു. രാവിലെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. അവർ ഉണരുമ്പോൾ നിരാശയോടെ കാണാതെ കിടഞ്ഞ് നിങ്ങൾക്കൊരു സന്ദേശം അയക്കാൻ ആഗ്രഹിക്കുന്നു. പകൽ സമയത്ത് എന്തെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഒരു ഗാനം, ഒരു ഓർമ്മ, ഒരു സുഗന്ധം, ഒരു വികാരം. ലോകം ശാന്തമാകുമ്പോൾ രാത്രിയിൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. അവരുടെ ചിന്തകൾ നിങ്ങളിലേക്ക് മടങ്ങുന്നു. കാരണം അവിടെയാണ് അവർക്ക് സുരക്ഷിതത്വം തോന്നുന്നത്. എന്നാൽ അവർ നിങ്ങളെ ഏറ്റവും മിസ് ചെയ്യുന്ന നിമിഷം ഇതാണ്. അവർ അവരുടെ ഭാവി സങ്കല്പിക്കുകയും നിങ്ങൾ അതിലായിരിക്കുകയും ചെയ്യുമ്പോൾ ആ ചിന്ത അവരെ ഉലയ്ക്കുകയും അവരെ ചൂടാക്കുകയും അവരെ എല്ലാം ഒറ്റയടിക്ക് ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. ഭാഗം 5. നിങ്ങളോടൊപ്പം ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ഈ വ്യക്തി താൽക്കാലിക പ്രണയത്തിനായി ഇവിടെയില്ല. അവർക്ക് യാദൃശ്ചികമായി ഒന്നും വേണ്ട. നിങ്ങളുടെ സമയമോ അവരുടെ സമയമോ പാഴാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് സ്ഥിരത വേണം. അവർക്ക് സമാധാനം വേണം. അവരൊരു ജീവിതം ആഗ്രഹിക്കുന്നു. നിങ്ങളോടൊപ്പമുള്ളത് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം അവരെ ശാന്തരാക്കുന്നു. നിങ്ങളുടെ ഊർജം അവരെ ആകർഷിക്കുന്നു.
നിങ്ങളുടെ ഹൃദയം അവരെ പ്രചോദിപ്പിക്കുന്നു. സ്നേഹിക്കാൻ വേണ്ടി മാത്രമല്ല, കൂടെ വളരാനും കെട്ടിപ്പടുക്കാനും പണിയാനും വേണ്ടിയുള്ള ഒരാളായി അവർ നിങ്ങളെ കാണുന്നു. അവരുടെ കണ്ണിൽ നിങ്ങളൊരു ജീവിത പങ്കാളിയാണ്, ഭാവിയാണ്, ഒരു വിധിയാണ്. അവർ നിങ്ങളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ദിവസവും രാവിലെ നിങ്ങളെ തിരഞ്ഞെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഭാഗം 6. എന്തുകൊണ്ടാണ് നിങ്ങൾ അവർക്കുവേണ്ടി? അവർക്ക് പലരെയും അഭിനന്ദിക്കാൻ കഴിയും. അവർക്ക് പലരോടും സംസാരിക്കാൻ കഴിയും. അവർക്ക് പലരെയും കാണാൻ കഴിയും. എന്നാൽ സ്നേഹം വ്യത്യസ്തമായി തിരഞ്ഞെടുക്കുന്നു. ആത്മാവ് വീടായി തോന്നുന്ന ഒരാളെ സ്നേഹം തിരഞ്ഞെടുക്കുന്നു. അവർക്ക് നിങ്ങൾ ആ വീടാണ്. അവരുടെ കൊടുങ്കാറ്റുകളിൽ നിങ്ങൾ ശാന്തതയാണ്. അവരുടെ തണുത്ത നിമിഷങ്ങളിലെ ഊഷ്മളതയാണ് നിങ്ങൾ. നിങ്ങൾ ഒന്നും പറയാത്തപ്പോഴും നൽകുന്ന ശബ്ദം നിങ്ങളാണ്. നിങ്ങൾ അവർക്കുള്ള ആളാകാനുള്ള കാരണം ലളിതമാണ്. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരെ സുഖപ്പെടുത്തുന്നു. നിങ്ങൾ പൂർണ്ണനല്ല. അതുകൊണ്ടാണ് അവർ നിന്നെ സ്നേഹിക്കുന്നത്. കാരണം നിങ്ങളുടെ അപൂർണതകൾ അവരുടേതുമായി പൊരുത്തപ്പെടുന്നു. കാരണം നിങ്ങളുടെ മുറിവുകൾ അവരുടെ മുറിവുകളെ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങളുടെ ഹൃദയം അവരുടെ അതേ നിശബ്ദ ഭാഷയിൽ സംസാരിക്കുന്നു. ഭാഗം 7. ഇന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർക്കിപ്പോൾ നിങ്ങളുടെ കൈപിടിക്കാൻ കഴിയുമെങ്കിൽ ഭയമില്ലാതെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി സത്യം പറയുക. ഇതാണ് അവർ പറയുക: എനിക്ക് നിന്നെ ആവശ്യമുള്ളതുകൊണ്ടല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. നിങ്ങൾ എന്നെ പൂർണ്ണമാക്കുന്നില്ല. നിങ്ങൾ എന്നെ പ്രചോദിപ്പിക്കുന്നു. സംരക്ഷിക്കാനും ബഹുമാനിക്കാനും പരിപാലിക്കാനും ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരേയൊരു വ്യക്തി നിങ്ങളാണ്. ഒരു നിമിഷം പോലും എനിക്ക് നിന്നെ വേണ്ട. എനിക്ക് നിന്നെ വേണം, ഒരു ജീവിതകാലം മുഴുവൻ. അവർ നിശബ്ദമായി പരിശീലിക്കുന്ന ഏറ്റുപറച്ചിലാണിത്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം. പക്ഷെ അവർ നിങ്ങളെ ബഹുമാനിക്കുന്നതിനാലും ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുന്നതിനാലും അവർ അത് തടഞ്ഞുവയ്ക്കുന്നു. വിധിയൊരുക്കുന്ന പ്രണയത്തിനായി നിങ്ങൾ രണ്ടുപേരും തയ്യാറായിരിക്കുന്ന നിമിഷം. ഭാഗം 8. അവർ നിങ്ങളോട് രഹസ്യമായി സങ്കൽപ്പിക്കുന്ന ഭാവി. ചിരി, ശാന്തമായ പ്രഭാതങ്ങൾ, ഊഷ്മള അത്താഴങ്ങൾ, പങ്കിട്ട സ്വപ്നങ്ങൾ, സത്യസന്ധമായ സംഭാഷണങ്ങൾ, എല്ലാം സുഖപ്പെടുത്തുന്ന നിശബ്ദ ആലിംഗനങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഒരു ചെറിയ വീട് അവർ സങ്കൽപ്പിക്കുന്നു. നിങ്ങളുടെ കൈ അവരുടെ കൈകളിലാണെന്ന് അവർ സങ്കൽപ്പിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ജീവിതത്തിലൂടെ നടക്കുമ്പോൾ പൂർണ്ണമല്ല, എല്ലായ്പ്പോഴും എളുപ്പമല്ല, പക്ഷെ എല്ലായ്പ്പോഴും ഒരുമിച്ചാണ്. നിങ്ങളുമായി ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്നതും കഠിനമായ ദിവസങ്ങളിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും അവർ നിങ്ങളോടൊപ്പം വളരുമ്പോൾ നിങ്ങൾ വളരുന്നത് കാണുന്നതും അവർ സങ്കൽപ്പിക്കുന്നു. കാരണം അവർക്ക് സ്നേഹം നാടകത്തെക്കുറിച്ചല്ല, ഇത് പങ്കാളിത്തത്തെക്കുറിച്ചാണ്, സമാധാനത്തെക്കുറിച്ചാണ്, ഉൾപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ചാണ്. ഇതെല്ലാം സാധ്യമാണെന്ന് തോന്നുന്ന വ്യക്തി നിങ്ങളാണ്. ഭാഗം 9. പ്രപഞ്ചം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത്. പ്രപഞ്ചം നിങ്ങളുടെ വേദന, നിങ്ങളുടെ ക്ഷമ, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ നിശബ്ദ പോരാട്ടം കണ്ടതിനാലാണ് ഈ സന്ദേശം ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാത്ത ഒരു സ്നേഹം നിങ്ങൾ അർഹിക്കുന്നു. നിങ്ങളെ തകർക്കാത്ത ഒരു സ്നേഹം നിങ്ങളെ വളർത്തുന്നു. അപ്രത്യക്ഷമാകാത്ത ഒരു സ്നേഹം, എന്നാൽ നിലനിൽക്കുന്ന ഒരു സ്നേഹം. നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ച ആ സ്നേഹം നിങ്ങൾ വിചാരിക്കുന്നതിലും അടുത്താണ്. പുറത്തുള്ള ഒരാൾ നിങ്ങളെ നിശബ്ദമായി പക്ഷേ ആഴത്തിൽ സ്നേഹിക്കുന്നു. അവരാണ് ഒടുവിൽ നിങ്ങൾക്ക് വീടായി തോന്നുന്ന ഒരു സ്നേഹം നൽകുന്നത്. ഭാഗം 10. അവസാന സന്ദേശം. നിങ്ങളുടെ പ്രണയകഥയിലെ ഒരു വഴത്തിരിവ്. നിങ്ങളുടെ അവബോധം നിങ്ങളോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്കൊരു സാന്നിധ്യം, ബന്ധം, ഒരാകർഷണം അനുഭവിച്ചു. ഇത് ഭാവനയല്ല, യാദൃച്ഛികമല്ല, ഫാന്റസിയല്ല. ഇത് ഊർജമാണ്. ഇത് വിധിയാണ്. ഇത് സ്വയം വെളിപ്പെടുത്താൻ തയ്യാറെടുക്കുന്ന സ്നേഹമാണ്. ഒരാൾ നിങ്ങളോട് ആഴത്തിൽ സ്നേഹിക്കുന്നു. അവരാണ് നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. പൂർണ്ണത കൈവരിക്കുന്നതിലൂടെയല്ല, മറിച്ച് മറ്റാരും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ്. ഈ സ്നേഹം നിങ്ങളെ തകർക്കുകയില്ല. ഇത് നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. ഇത് നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയില്ല. ഈ സ്നേഹം നിങ്ങളുടെ ശക്തിയായി, നിങ്ങളുടെ സമാധാനമായി, നിങ്ങളുടെ ഭാവിയായി മാറും. വളരെ വേഗം അവരുടെ നിശബ്ദത അവസാനിക്കും. അവരുടെ ധൈര്യം ഉയരും. അവരുടെ ഹൃദയം ഒടുവിൽ സംസാരിക്കും. മനസ്സിന്റെയും ഹൃദയത്തിന്റെയും മറിഞ്ഞ തെറ്റുകളെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓൺ ചെയ്യുക.
അങ്ങനെ നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റുമെന്ന വസ്തുത ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്.